ഹായ് ഓൾ. WTOയെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എന്താണ് WTO, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ WTO എഗ്രിമെൻ്റ് എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ WTO എന്നാൽ WTO ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. WTO ഈസ് ദ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ടു സൂപ്പർവൈസ് ആൻഡ് ലിബറലൈസ് വേൾഡ് ട്രേഡ്. വേൾഡ് ട്രേഡിനെ ലിബറലൈസ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെയാണ് നമ്മൾ WTO എന്ന് പറയുന്നത്. WTO ഈസ് ദ സക്സസർ ടു ദ ഗാട്ട്. ഗാട്ടിൻ്റെ ഒരു സക്സസറാണ് WTO, അല്ലെങ്കിൽ ഗാട്ടിന് ശേഷം എമർജ് ചെയ്ത് വന്നത്, ഗാട്ടിനെ റീപ്ലേസ് ചെയ്ത് വന്നത് എന്നൊക്കെ പറയാം. It aims to increase world trade by lowering barriers to international sale of goods and services, including intellectual property. WTOയുടെ ഒരു മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയൊക്കെ തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേൾഡ് ട്രേഡ് ഇൻക്രീസ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. WTO was established on 1st January 1995 as the successor to GATT. WTO എസ്റ്റാബ്ലിഷ് ചെയ്തത് ജനുവരി 1, 1995 ഇത് ഗാട്ടിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഫോളോവിങ് ദ കംപ്ലീഷൻ ഓഫ് ഉറുഗ്വ റൗണ്ട് 1986 to 1994 ഓഫ് multilateral trade negotiation, the WTO began operations on January 1, 1995. ഈ WTO എന്നത് ഫോം ചെയ്ത് വന്നത് ഒരു സൗത്ത് അമേരിക്കയിലുള്ള ഉറുഗ്വ എന്നൊരു പ്ലേസ് ഉണ്ട്. അവിടെ ഒരു ഉറുഗ്വ റൗണ്ട് ഉണ്ട്. ആ അതിലാണ് ഈ WTO എന്നത് ഫോം ചെയ്യാൻ തീരുമാനിച്ചത്. ആസ് ഓൺ November 2050 WTO ഹാഡ് 162 മെമ്പേഴ്സ്. 2015 നവംബറിൽ 162 മെമ്പേഴ്സാണ് WTOയിൽ ഉണ്ടായിരുന്നത്. It was the Uruguay round of GATT discussed and decided to establish a stable institution for looking after the advancement of free fair trade among countries. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഗാട്ടിൻ്റെ ഉറുഗ്വ റൗണ്ടിലാണ് രാജ്യങ്ങൾക്കിടയിൽ ഒരു സ്ഥിരമായ സ്ഥാപനം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. എന്തിനാണെന്ന് വെച്ചാൽ ട്രേഡിൻ്റെ പുരോഗതിക്കായി ഒരു സ്ഥിരമായ സ്ഥാപനം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഗാട്ടിൻ്റെ ഉറുഗ്വ റൗണ്ടിലാണ്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് എഗ്രിമെൻറ്റ് വിത്ത് എഫക്റ്റ് ഫ്രം 1st January 1995 ഗാട്ട് ചേഞ്ച് ചെയ്ത് WTO ആയത്. ജനീവ, സ്വിറ്റ്സർലാൻഡ് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് WTO. WTOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവ ആണ്. സ്വിറ്റ്സർലാൻഡിലുള്ള ജനീവ ആണ് WTOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ WTO ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. വേൾഡ് ട്രേഡിനെ ലിബറലൈസ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും എൻഷ്വർ ചെയ്യാനും പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ വേണ്ടി എമർജ് ചെയ്ത് വന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO. ഗാട്ട് റീപ്ലേസ് ചെയ്ത് വന്നതാണ് WTO. അതുപോലെ തന്നെ ജനുവരി 1, 1995 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് WTOയുടെ ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഒരു ഹിസ്റ്ററി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് WTO. ഫങ്ഷൻസിൽ ഫസ്റ്റ് വരുന്നതാണ് ടു ഇംപ്ലിമെൻറ്റ് റൂൾസ് പ്രൊവിഷൻസ് ഫോർ റിഗാർഡിംഗ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് ആവശ്യമായിട്ടുള്ള റൂൾസും പ്രൊവിഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ നല്ല നടത്തിപ്പിന് അല്ലെങ്കിൽ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി പ്രൊവിഷൻസും റൂൾസും പ്രൊവൈഡ് ചെയ്യാം. അടുത്താണ് ടു എൻഷുർ ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ് ഓഫ് മെമ്പേഴ്സ് കൺട്രീസ്. മെമ്പേഴ്സ് കൺട്രീസിൻ്റെ എല്ലാ റിസോഴ്സുകളും നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഒപ്റ്റിമം എന്ന് വെച്ചാൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഓരോ മെമ്പർ കൺട്രീസിൻ്റെയും റിസോഴ്സ് നല്ല രീതിയിൽ വിനിയോഗിക്കാനും ഉപയോഗിക്കാനും സഹായിക്കുക. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് ടു അസിസ്റ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ അസിസ്റ്റ് ചെയ്യുക. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായ IMF, IBRD ഇതിനൊക്കെ അസിസ്റ്റ് ചെയ്യുക.
അടുത്തതാണ് ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്. ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ, ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഫോർ ഇംപ്ലിമെൻറ്റേഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്. ലാസ്റ്റാണ് കോപ്പറേറ്റ് വിത്ത് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. മറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളുമായി സഹകരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഭാഗമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടു സെറ്റ് ആൻഡ് എൻഫോഴ്സ് റൂൾസ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ട് റൂൾസൊക്കെ സെറ്റ് ചെയ്യുക. അതായത് ഇൻ്റർനാഷണൽ ട്രേഡിന് കോമൺ ആയിട്ടുള്ള കുറച്ച് റൂൾസ് സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴേ എല്ലാ കൺട്രീസിനും ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. ഓരോ കൺട്രീസിനും ഓരോ റൂൾസ് പാടില്ല. അടുത്തതാണ് ടു റിസോൾവ് ട്രേഡ് ബാരിയേഴ്സ്. ട്രേഡ് ബാരിയേഴ്സൊക്കെ സോൾവ് ചെയ്യുക. ട്രേഡിലുള്ള തർക്കങ്ങൾ ഇതിനൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ, അതായത് ട്രേഡുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ടു കോപ്പറേറ്റ് വിത്ത് അതർ മേജർ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഗനൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ഓർഗനൈസേഷനുകളുമായിട്ട് സഹകരിക്കാൻ ശ്രമിക്കുക. ഈ IMF ഒക്കെ പോലുള്ള അങ്ങനത്തെ ഓർഗനൈസേഷനൊക്കെ ആയിട്ട് സഹകരിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ആണ് ടു ഇംപ്രൂവ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് ഓഫ് ഗുഡ്സ്. പ്രൊഡക്ഷൻ കൂട്ടുക, ട്രേഡ് കൂട്ടുക. ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. 2 തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറാണുള്ളത്: മിനിസ്റ്റേറിയൽ കോൺഫറൻസും ജനറൽ കൗൺസിലും. ഫസ്റ്റ് പറയുന്നതാണ് മിനിസ്റ്റേറിയൽ കോൺഫറൻസ്. മിനിസ്റ്റേറിയൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ അപ്പസ്റ്റ് ബോഡി ഓഫ് WTO ഫോർ ഡിസിഷൻ മേക്കിംഗ്. WTOയുടെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു അപ്പസ്റ്റ് ബോഡിയാണ് ഇത്. ഇറ്റ് മീറ്റ് ഇൻ എവറി 2 ഇയർ. എല്ലാ 2 ഇയറിൻ്റെ ഇടയിലും ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ആൾ WTO മെമ്പേഴ്സ്. എല്ലാ WTO മെമ്പേഴ്സിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് അടങ്ങിയതാണ് ഈ ബോഡി എന്ന് പറയുന്നത്. രണ്ടാമതാണ് ജനറൽ കൗൺസിൽ. ജനറൽ കൗൺസിൽ ഈസ് ദ പ്രിൻസിപ്പൽ ബോഡി ടു വിച്ച് ഡേ ടു ഡേ വർക്ക്സ് ഓഫ് WTO ആർ എൻട്രസ്റ്റഡ് വിത്ത്. WTOയുടെ ഡേ ടു ഡേ വർക്ക്സ് ഏൽപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പൽ ബോഡിയാണ് ജനറൽ കൗൺസിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഗവൺമെൻറ്റൽ റെപ്രസെൻറ്റേറ്റീവ്സ്. ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജനറൽ കൗൺസിൽ ആൾസോ ആക്ട്സ് ആസ് ദ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡി ആൻഡ് ദ ട്രേഡ് പോളിസി റിവ്യൂ ബോഡി. ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡിയും ട്രേഡ് പോളിസി റിവ്യൂ ബോഡിയും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് WTO. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് റെസിപ്രോസിറ്റി. തേർഡ് ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ കമ്മിറ്റ്മെൻറ്റ്, ട്രാൻസ്പെറൻസി, സിംഗിൾ അണ്ടർടേക്കിംഗ്. അതിൽ ഫസ്റ്റ് വൺ നോൺ ഡിസ്ക്രിമിനേഷൻ. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് WTO ആണ് നോൺ ഡിസ്ക്രിമിനേഷൻ. നോൺ ഡിസ്ക്രിമിനേഷനിൽ പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. ഇതിൽ മേജറായിട്ട് 2 കോമ്പണൻസ് ആണ് പറയുന്നത്. ഒന്ന് മോസ്റ്റ് ഫേവേർഡ് നേഷനും അതുപോലെ നാഷണൽ ട്രീറ്റ്മെൻറ്റ് പോളിസിയും. മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രത്യേക കൺസിഡറേഷൻ നൽകാതെ എല്ലാ കൺട്രീസിനെയും ഈക്വലായിട്ട് കാണണം എന്നാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്താണ് നാഷണൽ ട്രീറ്റ്മെൻറ്റ് പോളിസി. ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആയാലും ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആയാലും രണ്ടിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് റെസിപ്രോസിറ്റി. ഇതെന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡിങ് ഓഫ് മ്യൂച്വൽ കൺസെഷൻ എന്നാണ് ഇതിൽ പറയുന്നത്. ഇൻ താരിഫ് റേറ്റ്, ക്വാട്ടാസ് ഓർ അതർ കൊമേഴ്ഷ്യൽ റെസ്ട്രിക്ഷൻസ്. അതായത് താരിഫ് റേറ്റ്സ് മറ്റ് കൊമേഴ്ഷ്യൽ റെസ്ട്രിക്ഷനിലും ഒരു മ്യൂച്വൽ കൺസെഷൻ കാണിക്കുന്നതിനെയാണ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ കമ്മിറ്റ്മെൻറ്റ്. ട്രേഡ് നെഗോസിയേഷൻ്റെ ഇടയിൽ WTO മെമ്പേഴ്സിന് താരിഫ് കമ്മിറ്റ്മെൻറ്റ് നൽകുന്നുണ്ട്. WTOയിൽ ചേരുന്ന സമയത്ത് ഈ നെഗോസിയേഷൻ ബൈലാറ്ററലാണ്. ബൈലാറ്ററലി എന്ന് പറഞ്ഞാൽ വൺ കൺട്രി ടു അനദർ കൺട്രി. ആഫ്റ്റർ ദ കൺട്രി ഹാസ് ജോയിൻഡ് ടു ദ WTO ഇറ്റ് ബിക്കംസ് മൾട്ടിലാറ്ററൽ.
WTOയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഈ നെഗോസിയേഷൻ ഒരു മൾട്ടിലാറ്ററൽ ആണ് എന്നാണ് പറയുന്നത്. മൾട്ടിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച്. When a country joined to the WTO, these commitments are listed in a schedule. ഒരു രാജ്യം WTOയിൽ ചേരുമ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റ് ഒരു ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. The ceiling fixed in the schedule regarding tariff rate is binding to the members. A country cannot exceed the ceiling without negotiation with its regarding partners. ഷെഡ്യൂളിൽ നിശ്ചയിച്ചിട്ടുള്ള പരിധി അംഗങ്ങളുമായി റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു രാജ്യം ട്രേഡ് പാർട്ട്നേഴ്സുമായി ചർച്ച നടത്താതെ ഒരു കൺട്രിക്ക് ഈ പരിധി കടക്കാൻ കഴിയില്ല എന്നതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിളായ ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ കമ്മിറ്റ്മെൻറ്റിൽ പറയുന്നത്. ഫോർത്ത് പ്രിൻസിപ്പിളാണ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സിൻ്റെയും ഇടയിൽ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കുമെന്നാണ്. WTO മെമ്പേഴ്സ് അവരുടെ ട്രേഡ് റെഗുലേഷൻസ് പബ്ലിഷ് ചെയ്യണം. അതുപോലെ ട്രേഡ് എഫക്റ്റിംഗ് ഡിസിഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള WTO മെമ്പേഴ്സിനെ അത് അറിയിക്കണം. അടുത്തതാണ് സിംഗിൾ അണ്ടർടേക്കിംഗ്. WTOയിലെ എല്ലാ അഗ്രിമെൻറ്റിനും ഒരു സിംഗിൾ അണ്ടർടേക്കിംഗിൻ്റേത് പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് WTOയിലുള്ള ഒരു മെമ്പർ കൺട്രിക്ക് പോലും ഒരു അഗ്രിമെൻറ്റിൽ സെലക്ട് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. WTOയും അതിലെ എല്ലാ അഗ്രിമെൻറ്റിൻ്റെയും ഒരു സിംഗിൾ പാക്കേജാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ അഗ്രിമെൻറ്റിലും ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് WTO അഗ്രിമെൻറ്റ്. WTO അഗ്രിമെൻറ്റ് എന്താണെന്ന് നോക്കാം. ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO അഗ്രിമെൻറ്റ് ഇൻക്ലൂഡ് റൈസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, എൻഷുറിംഗ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് എ ലാർജ് ആൻഡ് സ്റ്റീഡലി ഗ്രോയിങ് വോളിയം ഓഫ് റിയൽ ഇൻകം ആൻഡ് ഇഫക്റ്റീവ് ഡിമാൻഡ്, expanding the production of and trade in goods and services. WTO അഗ്രിമെൻ്റ് ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് റൈസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം ഉയർത്തുക. പിന്നെ എൻഷുറിംഗ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉറപ്പാക്കുക. ആൻഡ് എ ലാർജ് ആൻഡ് സ്റ്റീഡലി ഗ്രോയിങ് വോളിയം ഓഫ് റിയൽ ഇൻകം ആൻഡ് ഇഫക്റ്റീവ് ഡിമാൻഡ്, എക്സ്പാൻഡിങ് ദ പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്ത് വികസിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഡെവലപ്പിംഗ് ദ വേൾഡ് എക്കോണമി അണ്ടർ മാർക്കറ്റ് എക്കോണമി പ്രിൻസിപ്പിൾസ്. മാർക്കറ്റ് എക്കോണമി പ്രിൻസിപ്പിൾസിന് അനുസരിച്ച് വേൾഡ് എക്കോണമി ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഈ WTO അഗ്രിമെൻറ്റിൽ പറയുന്നത്. പ്രധാനമായും 3 അഗ്രിമെൻ്റാണുള്ളത്: ട്രിപ്സ്, ഗാട്ട്. ട്രിപ്സ് പറഞ്ഞാൽ ദ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ മേലെയുള്ളൊരു അഗ്രിമെൻ്റാണ് ട്രിപ്സ് എന്ന് പറയുന്നത്. ട്രേഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെൻ്റാണ് ട്രിപ്സ്. അടുത്ത ട്രിംസ് മീൻസ് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്. നമ്മൾ പറഞ്ഞതാണ് WTO ഈ അഗ്രിമെൻ്റ് എല്ലാം കൊണ്ടുവന്നത് ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ അഗ്രിമെൻ്റൊക്കെ WTO കൊണ്ടുവന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ എല്ലാ മെമ്പേഴ്സും എഗ്രി ചെയ്തിട്ടുള്ളൊരു അഗ്രിമെൻ്റാണ് ട്രിംസ് എന്ന് പറയുന്നത്. അതായത് ഫോറിൻ ട്രേഡിനെ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രിംസിൻ്റെ മെയിൻ ഉദ്ദേശം. ട്രിംസ് പ്രൊഹിബിറ്റ് ചെയ്യുന്ന 3 മെഷേഴ്സാണ്. ഒന്ന് ലോക്കൽ കണ്ടൻറ്റ് റിക്വയർമെൻറ്റ്, ട്രേഡ് ബാലൻസിങ് റിക്വയർമെൻറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റെസ്ട്രിക്ഷൻസ്. മൂന്നാമത്താണ് ഗാട്ട് ഈസ് ദ വൺ ഓഫ് ദ മെയിൻ WTO അഗ്രിമെൻറ്റ്. WTOയുടെ വൺ ഓഫ് ദ മെയിൻ WTO അഗ്രിമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഗാട്ട് ഈസ് ദ ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്. ട്രേഡ് ഇൻ സർവീസസിൻ്റെ മേലുള്ള ഒരു ജനറൽ അഗ്രിമെൻ്റാണ് ഗാട്ട് എന്ന് പറയുന്നത്. WTOയിലെ എല്ലാ മെമ്പേഴ്സും അഗ്രി ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെൻ്റാണ് ഇത്. സോ ഇതൊക്കെയാണ് WTOയുടെ 3 അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.